ഭക്തിപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗണേശ പഞ്ചരത്ന സ്തോത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഗണേശ പഞ്ചരത്നം ഏറ്റവും ആരാധിക്കപ്പെടുന്ന ദേവന്മാരിൽ ഒരാളായ ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്നു. 8-ാം നൂറ്റാണ്ടിൽ ആദിശങ്കരനാണ് ഈ മന്ത്രം രചിച്ചത്. പഞ്ചരത്ന എന്നാൽ 5 ആഭരണങ്ങൾ എന്നാണ് അർത്ഥം. ശ്ലോകം ഉൾക്കൊള്ളുന്ന 5 ചരണങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഗണപതിയുടെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്ന 5 ശ്ലോകങ്ങളുള്ള സ്തോത്രമാണ് ഗണേശ പഞ്ചരത്നം വരികൾ. ഗണപതിയുടെ അനുഗ്രഹത്തിനും വിഘ്നങ്ങളിൽ നിന്ന് മോചനത്തിനുമായി ഭക്തർ ഈ മന്ത്രം ചൊല്ലുന്നു. ഗണേശ ഭഗവാൻ തടസ്സങ്ങൾ നീക്കുന്നവനായി കണക്കാക്കപ്പെടുന്നതിനാൽ ഈ സ്തോത്രം ദൈനംദിന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. 6ാമതായി ഇതിൻ്റെ ഫലശ്രുതി കൂടി പറയുന്നുണ്ട്. അങ്ങനെ 6 സ്തോത്രമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ 5 ശ്ലോകങ്ങളും 6ാമത്തേതായ ഫലശ്രുതിയും ഒരിക്കൽ പാരായണം ചെയ്ത ശേഷം അതിൻ്റെ അർത്ഥം വിശകലനം ചെയ്യുന്നതായിരിക്കും. ഈ സ്തോത്രം ജപിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് മനസ്സിൽ ഉൾക്കൊണ്ട് ഗണേശ ഭഗവാനെ ധ്യാനിച്ച് വേണം ജപിക്കാൻ. ഉദ്ദിഷ്ടകാര്യസാധ്യത്തിന് അത് ഏറെ പ്രയോജനം ചെയ്യും. ശ്രീ ഗണേശ പഞ്ചരത്ന സ്തോത്രം. ശ്രീ ഗണേശായ നമഃ. മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിദേഭദൈത്യകം നതാശുഭാശുനാശകം നമാമി തം വിനായകം. നദേതരാദിഭീകരം നവോദിതാർക്കഭാസ്വരം നമത്സുരാരി നിർജരം നദാദികാപതുദ്ധരം സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം സമാശ്രയേ പരാത്പരം നിരന്തരം സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം ഹരേതരോദരം വരം വരേ ഭവക്ത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം അകിഞ്ചനാർത്തിമാർജനം ചിരന്തനോക്തിഭാജനം പുരാരി പൂർവനന്ദനം സുരാരി ഗർവചർവണം പ്രപഞ്ചനാശഭീക്ഷണം ധനഞ്ജയാദിഭൂഷണം കപോലദാനവാരിണം ഭജേ പുരാണവാരണം നിതാന്തകാന്തദന്തകാന്തിമന്ദകാന്തകാത്മജം അചിന്യരൂപമന്ദഹീനമന്ദരായ കൃന്ദനം ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിനാം തമേകദന്തമേകമേവ തം വിചിന്തയാമി സന്തതം. മഹാഗണേശ പഞ്ചരത്നമാദരേണ യോന്വഹം പ്രജൽപതി പ്രഭാതകേ ഹൃദി സ്മരൻ ഗണേശ്വരം അരോഗതാമദോഷതാം സുസാഹിതീം സുപുത്രതാം സമാഹിതായുരഷ്ടഭൂതിമഭ്യുപൈതി സോചിരാത്. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം വിശകലനം ചെയ്യാം. 1ാമത്തെ ശ്ലോകം. മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിദേഭദൈത്യകം നതാശുഭാശുനാശകം നമാമി തം വിനായകം. മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം. ആനന്ദത്തോടെ മധുരമോദക പ്രസാദം സ്വീകരിക്കുന്നവനും സദാ മുക്തി നേടാൻ സഹായിക്കുന്നവനും കലാധരാവതംസകം വിലാസി ലോകരക്ഷകം
ചന്ദ്രനെ ശിരസിൽ അലങ്കരിച്ചവനും മായാജാലങ്ങളിൽ അകപ്പെട്ട ലോകത്തെ സംരക്ഷിക്കുന്നവനും അനായകൈക നായകം വിനാശിദേഭ ദൈത്യകം സർവലോകങ്ങളെയും സംരക്ഷിക്കുന്നവനും ഏകമാത്രനായ സർവ അധിപതിയും മഹാസുരനെ ഇല്ലാതാക്കുന്നവനും നദാശുഭാശുനാശകം നമാമിതം വിനായകം ശരണാകാരികൾക്ക് എല്ലാ ദുഷ്പ്രവർത്തികളിൽ നിന്ന് രക്ഷ നൽകുന്നവനുമായ ആ വിനായകനെ ഞാൻ പ്രണാമം ചെയ്യുന്നു. ഈ ശ്ലോകം അനേക വിശേഷങ്ങളാൽ അലങ്കൃതമായി വിരാജിക്കുന്ന ഗണപതിയെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ ലോകസംരക്ഷകൻ, തിന്മയെ നശിപ്പിക്കുന്നവൻ, ശരണാകാരികൾക്ക് മോക്ഷം പ്രദാനം ചെയ്യുന്നവൻ എന്നീ നിലകളിലുള്ള അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ ഈ ശ്ലോകം ഉയർത്തിക്കാട്ടും. ശ്ലോകം 2. നതേതരാദിഭീകരം നവോദിതാർക്കഭാസ്വരം നമത്സുരാരി നിർജരം നതാദികാപദുദ്ധരം സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം സമാശ്രയേ പരാത്പരം നിരന്തരം. നതേതരാദിഭീകരം നവോദിതാർക്കഭാസ്വരം ശത്രുക്കൾക്ക് അത്യന്തം ഭീകരനും ഉദിച്ചുവരുന്ന സൂര്യന്റെ തേജസ്സിന് തുല്യമായ പ്രകാശമുള്ളവനും നമത്സുരാരി നിർജരം നദാദികാപദുദ്ധരം ദേവതകളുടെ ശത്രുക്കളെ തോൽപ്പിക്കുന്നവനും ഭക്തന്മാരുടെ വലിയ കഷ്ടങ്ങളെ ദൂരീകരിക്കുന്നവനും സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം ദേവന്മാരുടെ പ്രധാന നായകനും സമ്പത്തിന്റെ അധിപനും സ്വന്തം പിതാവായ മഹാദേവന്റെ രുദ്രഗണങ്ങളെ നിയന്ത്രിക്കുന്നവനുമായ മഹേശ്വരം സമാശ്രയേ പരാത്പരം നിരന്തരം മഹാദേവനായ പരമമായ ചിരന്തനമായ വിനായകനിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ശ്ലോകം ഗണപതിയുടെ മഹിമയെ ഉയർത്തിക്കാട്ടുന്നു. അദ്ദേഹത്തിന്റെ ദിവ്യ തേജസ്സും ദേവതകളുടെ പരമസംരക്ഷകനായ ഭാവവും തടസ്സങ്ങളെ നീക്കാനുള്ള ശക്തിയും അദ്ദേഹത്തിന്റെ പരമമായ ശാശ്വത സ്വഭാവവും ഏറെ പ്രസക്തമായി പ്രതിപാദിക്കുന്നു. ശ്ലോകം 3. സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം ഹരേതരോദരം വരം വരേഭവക്ത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം സമസ്തലോകശങ്കരം നിരസ്തദൈത്യകുഞ്ചരം സകല ലോകങ്ങൾക്കും ക്ഷേമം നൽകുന്നവനും ഭൂതങ്ങളെ തകർക്കുന്നവനും ഹരേതരോദരം വരം വരേഭവക്ത്രമക്ഷരം വ്യത്യസ്തമായ ആകൃതിയുള്ളവനും വലിയ ഉദരവും സുന്ദരവും തേജസ്സും അനശ്വരവും ഗജത്തിന്റെ മുഖമുള്ളവനും കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം കൃപയുടെ നിറവായവനും ക്ഷമയുടെ പ്രതീകമായവനും ആനന്ദം നൽകുന്നവനും യശസ് പ്രദാനം ചെയ്യുന്നവനും മനസ്കരം നമസ്കൃതാം നമസ്കരോമി ഭാസ്വരം മനസ്സിൽ തന്നെ ആരാധിക്കുന്ന ഭക്തന്മാരുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കുന്നവനും സന്തോഷവും മഹത്വവും കൊണ്ടുവരുന്നവനുമായവനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ശ്ലോകം ഗണേശനെ കൃപയുടെ ദാതാവും തടസ്സങ്ങളെ നീക്കം ചെയ്ത് ഭക്തർക്ക് സന്തോഷവും യശസ്സും നൽകുന്നവനുമായി മഹത്വപ്പെടുത്തുന്നു. അതേസമയം അവന്റെ കരുണയും ക്ഷമയും പ്രബലമായി പ്രതിപാദിക്കുന്നു. ശ്ലോകം 4. അകിഞ്ചനാർത്തിമാർജനം ചിരന്തനോക്തിഭാജനം പുരാരിപൂർവനന്ദനം സുരാരിഗർവചർവണം പ്രപഞ്ചനാശവീക്ഷണം ധനഞ്ജയാദിഭൂഷണം കപോലദാനവാരിണം ഭജേ പുരാണവാരണം അകിഞ്ചനാർത്തിമാർജനം ചിരന്തനോക്തിഭാജനം
ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ ദുഃഖം അകറ്റുന്നവനും അനന്തകാലം വാഴ്ത്തപ്പെടുന്നവനും പുരാരി പൂർവനന്ദനം സുരാരി ഗർവചർവണം. പുരാരിയുടെ, അതായത് ശിവന്റെ പ്രിയപുത്രനും ദേവന്മാരുടെ ശത്രുക്കളുടെ അഹങ്കാരം നശിപ്പിക്കുന്നവനും പ്രപഞ്ചനാശഭീഷണം ധനഞ്ജയാതിഭൂഷണം. ലോകനാശത്തിന്റെ സമയത്ത് ഗണേശ ഭഗവാൻ ഉഗ്രരൂപിയായി വരുന്നവനും ധനഞ്ജയന് വിജയവും സമ്പത്തും അലങ്കാരവും നൽകുന്നവനും കപോലദാനവാരിണം ഭജേ പുരാണവാരണം. തന്നെ ആരാധിക്കുന്നവർക്ക് എല്ലാവിധമായ കൃപയും ചൊരിയുന്നവനുമായ ഗജമുഖമുള്ള ഗണപതിയെ ഞാൻ ഭക്തിപൂർവ്വം ആരാധിച്ച് ധ്യാനിക്കുന്നു. ഈ ശ്ലോകം ഗണേശനെ ദരിദ്രരുടെ കഷ്ടപ്പാടുകൾ നീക്കുന്നവനും നിത്യമായി സ്തുതിക്കപ്പെടുന്നവനും ദേവശത്രുക്കളുടെ അഹങ്കാരം നശിപ്പിക്കുന്നവനും വിജയവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നവനും അതുല്യശക്തിയുള്ള പുരാതന ദേവനുമായി മഹത്വപ്പെടുത്തുന്നു. ശ്ലോകം 5. നിതാന്തകാന്തദന്തകാന്തി മന്ദകാന്തകാത്മജം അചിന്യരൂപമന്തഹീനമന്തരായ കൃന്ദനം ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിനാം തമേകദന്തമേകമേവ തം വിചിന്തയാമി സന്തതം. നിതാന്തകാന്തദന്തകാന്തി മന്ദകാന്തകമജം. അതുല്യമായ രൂപമുള്ള ആകാശത്തിന്റെ മുകളിലുള്ളവനും സകല ഊർജങ്ങളുടെയും ആദിയും അന്തവുമായവനും ശാശ്വതവും അത്യന്തം മനോഹരവും സകല ഭക്തർക്കും വളരെയധികം പ്രിയമായ ഏകദന്ത രൂപമുള്ളവനും ഒപ്പം അന്തകനായ യമനെ അവസാനിപ്പിച്ച ശിവന്റെ പുത്രനായ അചിന്യരൂപമന്തഹീനമന്തരായ കൃന്ദനം. അചിന്തനീയമായ രൂപമുള്ള തന്റെ ഭക്തരുടെ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നവനും ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിനാം. യോഗികളുടെ ഹൃദയത്തിൽ ചിരകാലമായി നിവാസിക്കുന്നവനും തമേകദന്തമേകമേവ തം വിചിന്തയാമി സന്തതം. ഒരു കൊമ്പ് കൊണ്ട് മാത്രം അദ്വിതീയനായി വാഴുന്ന ഗണേശ ഭഗവാനെ ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നു. ഈ ശ്ലോകം ഗണപതിയെ നിത്യവും പരമസത്യവുമായി ആരാധിക്കുന്നു. അദ്ദേഹം യോഗികളുടെ ഹൃദയത്തിൽ വസിക്കുകയും എല്ലാ തടസ്സങ്ങളും പാപങ്ങളും നീക്കുകയും ചെയ്യുന്നു. ഭക്തർ അവരുടെ ആകുലതകളെ നിരന്തരം അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു. ഫലശ്രുതി. ഇത് ഈ ശ്ലോകം പാരായണം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. മഹാഗണേശ പഞ്ചരത്നമാതരേണയോന്വഹം പ്രജൽപതി പ്രഭാതകേ ഹൃദി സ്മരൺ ഗണേശ്വരം അരോഗതാമദോഷതാം സുസാഹിതീം സുപുത്രതാം സമാഹിതായുരഷ്ടഭൂതിമഭ്യുപൈതി സോചിരാത്. മഹാഗണേശ പഞ്ചരത്നമാദരേണയോന്വഹം. ആദരവോടെ മഹാഗണേശ പഞ്ചരത്നം നിരന്തരമായി പാരായണം ചെയ്യുന്നവൻ. പ്രജൽപതി പ്രഭാതകേ ഹൃദി സ്മരൺ ഗണേശ്വരം. പ്രഭാതത്തിൽ ഗണേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച ഈ ശ്ലോകങ്ങൾ ജപിക്കുന്നവന് അരോഗതാമദോഷതാം സുസാഹിതീം സുപുത്രതാം. ആരോഗ്യം, തിന്മകളിൽ നിന്ന് സംരക്ഷണവും സൗഖ്യവും സവിശേഷമായ സൗഭാഗ്യവും നല്ല പുത്രന്മാരെയും ലഭിക്കും. സമാഹിതായുരഷ്ടഭൂതിമഭ്യുപൈതി സോചിരാത്. ദീർഘായുസ്സും 8 വക ഭൗതിക സമ്പത്തുകളും ഉടൻ തന്നെ അവൻ പ്രാപിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഗണേശ പഞ്ചരത്നം പാരായണം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഈ ശ്ലോകം വിശദീകരിക്കുന്നു. ഗണപതിയെ സ്മരിച്ചുകൊണ്ട് ദിവസവും പ്രത്യേകിച്ച് അതിരാവിലെ ഭക്തിയോട് ജപിക്കുന്നവർക്ക് നല്ല ആരോഗ്യവും ദോഷങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മോചനവും സന്തോഷവും സദ്ഗുണങ്ങളുള്ള സന്തതികളെയും ദീർഘായുസ്സും ഐശ്വര്യവും വാഗ്ദാനം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.